സംഘർഷഭരിതമായി പാക് അധിനിവേശ ജമ്മു കശ്മീർ. പാക് ഭരണകൂടത്തിനെതിരെ ജനകീയ പ്രതിഷേധം തുടരുകയാണ്. അതേസമയം അമേരിക്ക, UK, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ പാക് അധിനിവേശ ജമ്മു കശ്മീരിലേക്ക് യാത്ര ചെയ്യരുത് എന്ന് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രക്ഷോഭകർക്കെതിരായ പാക് നടപടിയിൽ 200ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. ആദർശ്, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജനകീയ പ്രക്ഷോഭമാണ്. ജനങ്ങൾ അതിശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു. പാക് സർക്കാരിനെതിരെ പ്രതിഷേധ കടലിരമ്പം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദർശ്? രാഖി, പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പാക് ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ പ്രക്ഷോഭകാരികൾക്കെതിരെ പാകിസ്ഥാൻ പോലീസും സേനയും നടത്തിയ വെടിവെപ്പിൽ ആണ് 200ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ട് പ്രക്ഷോഭകാരികൾ പറയുന്നത്. അതേസമയം പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമൊന്നും തന്നെ നൽകിയിട്ടില്ല. എന്നാൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവിടെ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ വലിയ പ്രക്ഷോഭം തന്നെയാണ് നടക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പാക് ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭം നടക്കുമ്പോൾ അതിനെ അടിച്ചമർത്തുന്ന സമീപനമാണ് പാക് ഭരണകൂടം സ്വീകരിക്കുന്നത്. നേരത്തെ ഈ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സന്നദ്ധ സംഘടനയായ അവാമി ജോയിന്റ് ആക്ഷൻ കൗൺസിലിന് നേർക്ക് ഭരണകൂടം നടപടി സ്വീകരിച്ചിരുന്നു. ഈ സംഘടനയെ നിരോധിക്കുകയും ചെയ്തു. ഇത് അവിടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ജനം തെരുവിലിറങ്ങുകയും പ്രക്ഷോഭവുമായി പാക് ഭരണകൂടത്തിനെതിരെ തിരിയുകയും ചെയ്തത്. പാക് ഭരണകൂടമാകട്ടെ ജനങ്ങളെ ക്രൂരമായി നേരിടുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും ഗർഭിണികളും അടക്കമുള്ളവരുണ്ട് എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണവും ഈ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ പ്രക്ഷോഭകാരികളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും നിലവിൽ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സ്ഥിതി വളരെ രൂക്ഷമാണ്. അവിടെ സംഘർഷഭരിതമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതേസമയം പാക് ഭരണകൂടമാകട്ടെ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇത് ഈ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റുവാനുള്ള പാക് ഭരണകൂടത്തിൻ്റെ ശ്രമമാണ് എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ അമേരിക്കയും UK-യും ഓസ്ട്രേലിയയും അടക്കമുള്ള രാജ്യങ്ങൾ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലേക്ക് യാത്ര ചെയ്യരുതെന്ന് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ UK-യിലെയും അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലെയും ന്യൂസിലാൻഡിലെയും അടക്കമുള്ള പാക് സ്ഥാനാപതി കാര്യാലയങ്ങൾക്ക് മുന്നിൽ പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ നിന്നുള്ളവർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് തങ്ങളുടെ സഹോദരങ്ങളെ പാക് ഭരണകൂടം വേട്ടയാടുന്നു, അവരുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നത്. എന്തായാലും നിലവിൽ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സാഹചര്യം, അവിടുത്തെ ജനങ്ങൾ പാക് ഭരണകൂടത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങിക്കഴിഞ്ഞു. അവർക്കിപ്പോൾ പാക് ഭരണകൂടം എന്ന് പറയുന്നത് അവരുടെ ശത്രുവാണ്. അവരുടെ ജീവിതം തകർക്കുന്ന, അവരുടെ സമാധാനത്തെ തകർക്കുന്ന ഒരു സംവിധാനമായി പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ പാക് ഭരണകൂടം മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. രാഖി, ആദർശ്, എന്തായാലും പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ ജനകീയ പ്രക്ഷോഭം ശക്തമാണ്. പാക് സർക്കാരിനെതിരെ അവർ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും പ്രക്ഷോഭകാരികൾക്കെതിരെ ഇവർ നടപടി തുടങ്ങിയിട്ടുണ്ട്. അതിൽ 200ഓളം പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും ഉണ്ട്. എന്തായാലും നമുക്ക് മറ്റ് ചില വാർത്തകളിലേക്ക് കൂടി